ഹലോ ഹലോ. ഹലോ ആ ഹലോ ഇത് ഡ്രൈവിംഗ് ഞാൻ- സ്കൂളല്ലേ? അതെ. ആ, ഇതാരാ? എൻ്റെ പേര് അനീഷ് എന്നാണ്. എനിക്ക് ലൈസൻസ് എടുക്കണമായിരുന്നു. അതെയോ? ആ, ആ അതിന് അത് ഡ്രൈവിംഗ് അതിന് ഞാൻ എങ്ങനെയാ ഇതിന്റെ കണ്ടീഷൻസ്? ടൂ വീലറോ അല്ലെങ്കിൽ ഫോർ വീലറോ? രണ്ടും പോകണം, ടൂ വീലറും പോകണം, ഫോർ വീലും പോകണം. അതെയോ? ആ, ആ, പൈസയൊക്കെ ഇവിടെ വന്നിട്ട് പറഞ്ഞാ പോരെ? എത്ര ആദ്യം ഏതാണ്ട് എത്ര എമൗണ്ട് ആവും എന്നുള്ളൊരു സൂചന? ഒരു ആദ്യം ഒരു 5,000 രൂപ അഡ്വാൻസ് ആയിട്ട് അടക്കുക. അടക്കുക. ബാക്കി ഇങ്ങനെ ഗഡുക്കളായിട്ട് തന്നാ മതി. ബാക്കി ആ അവിടെ വന്നിട്ടാണോ നിങ്ങൾ പറയാ? വന്നിട്ട് തന്നാ മതി. ആ, അപ്പൊ ഇത് ഇത് എപ്പോ വരണ്ടേന്നല്ല, ഏത് സമയത്താ? സമയം ഒരു രാവിലെ 6 മണിക്ക് തുടങ്ങും. ആ ആ പിന്നെ വൈകുന്നേരം 4 മണിക്ക്. 4 മണിക്ക്. ഇത് ശരിക്ക് കംപ്ലീറ്റ് പഠിപ്പിച്ചു തരുമോ? പഠിപ്പിക്കും. ആ, ഉം, ഇത് ഇത് ഏ ഇത് ആരാന്ന് ഇത് പഠിപ്പിച്ചു തരുന്ന ആരാത്? നിങ്ങൾ തന്നെയാണോ, അല്ലെ വേറെ ആരെങ്കിലും ഉണ്ടോ അവിടെ? ഞാൻ തന്നെ. എന്റെ സ്വന്തം ഇതാ. നിങ്ങളുടെ സ്വന്തം സ്ഥാപനമാണോ? സ്വന്തം സ്ഥാപനം. അപ്പോ ഇത് നിങ്ങൾ തന്നെ ആയിരിക്കും എല്ലാം പഠിപ്പിച്ചു തരും അല്ലേ? ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ ആ ആ വേറെ ആൾക്കാരുണ്ടോ അവിടെ? പെൺകുട്ടികളൊക്കെ പഠിക്കുന്നുണ്ടോ അവിടെ നിന്ന്? എല്ലാവരും ഉണ്ട്. പെൺകുട്ടികളും ഉണ്ട്, ആൺകുട്ടികളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. ആ ആ അപ്പൊ നമുക്ക് വരാൻ സമയം നല്ലൊരു രാവിലെയാണോ വൈകുന്നേരമാണുള്ളത്? ഞാൻ അത് എൻ്റെ ഒരു നോക്കാനുള്ള സമയം, എനിക്ക് വരാൻ പറ്റുന്നൊരു സമയത്തേക്ക് നിങ്ങൾ തരൂലേ? അതിനെന്താ, നിങ്ങള് സമയത്തിന് വന്നു. ഒരു വൈകുന്നേരം ജോലി കഴിഞ്ഞിട്ടാണെങ്കിൽ വൈകുന്നേരം അങ്ങനെ 4 മണി അല്ലെങ്കിൽ കഴിയുമ്പം വരണം അല്ലേ? 4 മണി കഴിഞ്ഞ്. അല്ലെങ്കിൽ രാവിലെ 6 മണിക്കാണോ? രാവിലെ ആണെങ്കിൽ ഒരു 6 മണി അങ്ങനെ ആ ഒന്ന്. ആ. അപ്പൊ ഇത് നിങ്ങളെ ഞാൻ പഠിപ്പിക്കും, നിങ്ങള് വണ്ടിയിൽ ഇരുന്നിട്ടാണോ പഠിപ്പിക്കുക? അതെ, പിന്നെ ഞാനല്ലേ ഉള്ളൂ. ആ ആ ഞാൻ തന്നെയാ പഠിപ്പിക്കുന്നത്. അതെ അല്ലേ? ആ ആ ആ ഉം. അപ്പോ ഇത് ആദ്യം നിങ്ങൾ ഓഫീസിലേക്ക് വരുമല്ലോ ഉണ്ട് അഡ്മിഷൻ എടുക്കാൻ? അതെ. ഉം, ഉം. ഇവിടെ വന്നാ മതി. ഉം. ഉം. അപ്പോ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് ഈ നമ്പറിൽ വിളിച്ചാൽ മതി അല്ലേ? വിളിക്കാലോ? ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഞാൻ തന്നെയാണ് ഇതാ. ഫോൺ എടുക്കുക? ഫോൺ എടുക്കും. ഈ സമയം വിളിക്കും. വിളിച്ചാലും എടുക്കും അല്ലേ? അപ്പം വിളിച്ചാ ഇതില് നിങ്ങളെ ഈ എമൗണ്ടിൽ എന്തെങ്കിലും മാറ്റം എന്തെങ്കിലും ഉണ്ടാവോ? കുറച്ചിട്ടാ പറ്റും? എമൗണ്ടിന് മാറ്റം അത് ഇവിടെ വന്നിട്ട് തീരുമാനിക്കാം നമുക്ക് എങ്ങനെയാണ്. അത് കുറച്ച് അല്ല, എനിക്ക് ഇത് ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഗൾഫിൽ പോകേണ്ടതേനു. വിസ ഏതാണ്ട് ആയി വരുന്നുണ്ട്. അപ്പോ ഇത് സമയം എടുക്കുവോ കുറെ? ഇല്ല, പഠിക്കുന്നവരാണെങ്കിൽ ഞാൻ എളുപ്പത്തിൽ പഠിപ്പിച്ചു തരാം. വേഗം തന്നെ. നിങ്ങൾ പഠിപ്പിക്കും അങ്ങനെ? പഠിപ്പിക്കും. വേഗം പഠിപ്പിച്ചു തരും? വേഗം പഠിപ്പിച്ചു തരും. ആ ആ പിന്നെ ഇൻട്രസ്റ്റും വേണമല്ലോ ഇതില്. ഇൻട്രസ്റ്റ് ഒക്കെ ഉണ്ട്, പക്ഷേങ്കില് ശരിക്കും പഠിപ്പിച്ചു തരുമെങ്കിൽ ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ള ആൾ തന്നെയാണ് ഞാൻ. അതെയോ? ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നാ പിന്നെ വേഗം വന്നോളൂ. ഞാൻ വേഗം പഠിപ്പിക്കും. അന്നേരം എന്നാലും ഏതാണ്ട് എത്ര ദിവസം വേണ്ടി വരും? ഇത് നിങ്ങൾക്ക് അറിയോ? ചെറുതായിട്ട് അറിയോ? ഇല്ല, തീരെ അറിയില്ല. തീരെ അറിയില്ല. അപ്പോ അതിനെ പഠിപ്പിച്ച് തുടങ്ങണ്ടേ? ആദ്യമേ അറിയണം. തുടക്കം മുതലേ പഠിക്കണമെന്നുണ്ട്. അതെയോ? നിങ്ങൾ വാ, ഇവിടെ വന്നിട്ട് ഞാൻ വേണ്ടത് പോലെ ചെയ്യാം. ഓഫീസിലപ്പോ എത്ര മണിക്കാ? ഉച്ചക്കാണോ അല്ല രാവിലെ? നിങ്ങളെ എത്ര മണിക്ക് എത്തണം? രാവിലെ വന്നു. രാവിലെ 10 മണി സമയത്ത് വന്നാ പോരെ?
ആ ആ വന്നാൽ മതി. ഓഫീസ് ഇത് കറക്റ്റ് എനിക്ക് ഈ നമ്പർ തന്നത് എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ നിങ്ങളുടെ അടുത്ത് വന്നാൽ ശരിക്കും പഠിപ്പിച്ചിരുന്നു എൻ്റെ അടുത്ത് പറഞ്ഞത്. അതെയോ? ആ അപ്പോ ആ സുഹൃത്ത് എന്റെ അടുത്തുനിന്ന് പഠിച്ചതാ? എൻ്റെ അടുത്ത് പറഞ്ഞ ഓൻ നിങ്ങളുടെ അടുത്ത് പഠിച്ചിനെന്ന് പറഞ്ഞ്. നല്ല ഡ്രൈവിംഗ് അല്ലേ? അതെ ആന്ന് പറഞ്ഞ്. ഇത് നമ്മളെ ഇത് തലശ്ശേരിന്ന് വരുമ്പോ ഉം. ഏത് ഭാഗത്തായിട്ട് വരും? നടാലിൽ ഭാഗത്താ? ആ ആ അവിടെ തന്നെയാണ്. നടാലിൽ തന്നെയാ? ആ ആ ആ റെയിൽവേ ഗേറ്റ് കഴിഞ്ഞിട്ട് അപ്പാടാന്നാ? അപ്പാട് കാണുന്ന ബിൽഡിങ്ങിലാന്നാ? അതെ. അങ്ങനെ പറഞ്ഞത്. ആ നിങ്ങൾ വന്നോളൂ, ഞാൻ പഠിപ്പിച്ചു തരാം. ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിലും വേഗം പഠിപ്പിക്കാം. എൻ്റെ അടുത്ത് ഇത് എന്റെ സുഹൃത്ത് പറഞ്ഞെങ്ങനെയാണ്, നീ അവിടെ പോയാൽ മതി, അവര് ശരിക്കും പഠിപ്പിച്ചു തരും, നിനക്ക് വേണ്ടുന്ന രീതിയിലുള്ള അവര് പഠിപ്പിച്ചു തരും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഇവിടെ നാട്ടിലെല്ലാം ഉണ്ട്, ഞാൻ വിചാരിച്ചെന്നാ പിന്നെ ഓൻ പഠിച്ചെടുക്കുന്നതായിക്കോട്ട് വിചാരിച്ചു. ഇത് ഞാൻ പിന്നെ വേറെ എവിടെയും നോക്കണ്ടല്ലോ, നിങ്ങള് ഉറപ്പായിട്ടും പഠിപ്പിക്കൂലല്ലേ? ആ എന്താ പഠിപ്പിക്കും, ഉറപ്പായിട്ടും പഠിപ്പിക്കും. നിങ്ങളിങ്ങളോ ഫീസെല്ലാം ഇതാക്കാം. കുറച്ച് ഞാൻ കുറച്ച് തരുവാ? കുറച്ച് തരും. അപ്പോ നാളെ തന്നെ എഴുതുന്നുണ്ടോ? നാളെ ഞാൻ നോക്കട്ടെ. നാളെ തന്നെ വരാൻ പറ്റുമെങ്കിൽ നാളെ തന്നെ വരും. നാളെ തന്നെ വാങ്ങും. ഇത് ആദ്യം തന്നെ ഇത് വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കല്ലേ? വേറെ എന്തെങ്കിലും ക്ലാസ് ഉണ്ടോ? ചെറുതായിട്ട് അല്ല, ഇത് നിങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ ഡ്രൈവിങ്ങിനെ പറ്റി. ഇല്ല. അപ്പൊ ചെറുതായിട്ട് ക്ലാസ് ഉണ്ടാവും, എന്നിട്ടാണ് പിന്നെ തുടങ്ങുക. ക്ലാസ് വരുമ്പോ എങ്ങനെ എഴുത്തായിരിക്കും, അല്ലെങ്കിൽ ഓരോ വണ്ടീന്റെ സാധനങ്ങളും പരിചയപ്പെടുത്തില്ല? എങ്ങനെയായിരിക്കും? ഇത് എഴുത്തൊന്നുമില്ല, സാധനങ്ങൾ ഇങ്ങനെ പരിചയപ്പെടുത്തലാണ്. ഓരോ സാധനങ്ങളും സിഗ്നൽ അങ്ങനെ ഇതെല്ലാം ഇങ്ങനെ പരിചയപ്പെടുത്തിയിട്ട് ആദ്യം പരിചയപ്പെടുത്തും. സിഗ്നല് ഇതൊക്കെ മനസ്സിലാക്കി അല്ലേ? നേരം നമ്മൾ വേറെ ഇത് ബുക്കും പേപ്പറും അങ്ങനത്തെ ഒന്നും കൈ കരുതണ്ടല്ലോ? പേനയൊന്നും വേണ്ട, വേണ്ട, അതിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ പുതുതായിട്ട് കുറെ ആളുണ്ടാവും നേരം ഒപ്പരം, അല്ലെങ്കിൽ ഞാൻ മാത്രമേ ഉണ്ടാവും? പുതുതായിട്ട് കുറച്ച് പേരുണ്ട്, അത് അവര് ഓരോ ടൈമല്ലേ. നിങ്ങളെ ടൈമിന് നിങ്ങൾ വന്നോ. അല്ല ഇത് ഇങ്ങനെ ഇത് അവിടുന്ന് നിങ്ങൾ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചു തരുമ്പോ പറഞ്ഞേ ഒപ്പരം ഉണ്ടാവോ, അല്ലെങ്കിൽ ഒറ്റക്കാണോ? ഇല്ല, ഒറ്റക്കാണ്. ഒന്നിച്ചങ്ങനെ അങ്ങനെ ശരിയാവില്ല. അപ്പൊ ഒറ്റക്ക് വന്നാൽ മതി അല്ലേ? ഒറ്റക്ക് വന്നാൽ മതി. അപ്പൊ ഇത് ഫീസ് തേച്ചും കൊണ്ടായിരുന്നു നമ്മള് ഫസ്റ്റ് എത്ര? നിങ്ങൾക്ക് 5000 റുപ്യ പറഞ്ഞേ? അഡ്വാൻസ് ആയിട്ട് 5000, പിന്നെ ഗഡുക്കളായിട്ട് അതില് ഞാൻ കുറച്ചു തരാം. ഗഡുക്കള് അത്ര ഇല്ലെങ്കിലും സാരമില്ല. അല്ല അത് ഞാൻ കൊണ്ടുവരാം. 5000 റുപ്യ കൊണ്ടുവരാം, കുഴപ്പമൊന്നുമില്ല. അത് 2 വീലറും വേണം, 4 വീലും വേണം. രണ്ടും പഠിക്കണം. അതാണ് എനിക്ക് പേടി, കാരണം കുറെ ദിവസം എടുക്കൂ ഉള്ളത്. 2 വീലറിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കയറിയിട്ടൊക്കെ പോയിട്ടുണ്ട്, പക്ഷെങ്കിൽ അങ്ങനെ ദൂരമൊന്നും പോയിട്ടില്ല. ഏലാക്കാൻ വേണ്ടി നോക്കി, പക്ഷെങ്കിൽ ഭയങ്കര പേടിയാണ്. നിങ്ങൾ ഏത് സൈക്കിൾ ഓടിക്കും? നിങ്ങൾ ഏത് വണ്ടിയിലെന്തെങ്കിലും 2 വീലറിന്റെ പഠിപ്പിക്കും? അങ്ങനത്തെ വണ്ടിയാ? 2 വീലറില് എന്റേത് 2 വീലർ തന്നെ, സ്കൂട്ടി. അതില്ല പഠിപ്പിക്കുക? കാറോ? കാറില് ചെറിയ വണ്ടി, ഒരാൾക്ക് പോലത്തെ വണ്ടിയാ? ചെറിയ വണ്ടിയാണ്. നിങ്ങൾ തന്നെ വണ്ടി ആയിരിക്കും അല്ലേ? നമ്മളെ വണ്ടി. അല്ല അന്നേരം ഇത് ആദ്യം തന്നെ നിങ്ങള് മെയിൻ റോഡിലെല്ലാം കൊണ്ടുപോവാ? ചെറിയ പേടിയുണ്ട്, അതുകൊണ്ടാണ്. മെയിൻ റോഡില് ഇല്ല, അങ്ങനെ പേടിക്കൊന്നും വേണ്ടെന്നേ, ഞാനില്ലേ.
അങ്ങനെ പേടിയൊന്നും വേണ്ട. ഉം. ഉം. ഇത് കാറ് പഠിപ്പിക്കുമ്പോ നേരം അതിൽ വേറെ ആളുണ്ടാവൂലേ പഠിക്കുന്ന കൂട്ടർ? ഇല്ല, പഠിക്കുന്നവരങ്ങനെ ഞാൻ ഒരാളെ ഒറ്റയ്ക്ക് പഠിപ്പിക്കും. ആ ആ എന്നാ പിന്നെ എന്തെങ്കിലും പ്രശ്നം ആരും കാണൂലല്ലോ. ഇല്ല. ഉം. ഉം. പിന്നെ ഒന്നിച്ചിരിക്കുന്നവർക്ക് പിന്നെ അറിയില്ലെങ്കിലും പിന്നെ മറ്റുള്ളവരെ അത് കാണണ്ടല്ലോ. ടീച്ചറുടെ പേരെന്നാ? എന്റെ പേര് ഞാൻ ഇവിടെ വന്നിട്ട് പറഞ്ഞാ പോരെ? അല്ല, അറിയാൻ വേണ്ടിട്ടാണ്. അല്ല, നമ്മൾ പരിചയപ്പെട്ടിട്ട് ഇവിടെ വന്ന് പഠിപ്പിക്കുമ്പോഴും പറഞ്ഞാ പോരെ? ആ എന്നാ അങ്ങനെ പറയാം. എന്റെ പേര് അനീഷ് എന്നാന്നേ. ഓ ആ ആ. എന്നാ പിന്നെ നാളെ തന്നെ വന്നോ. എന്നാ പിന്നെ നാളെ വരാം ടീച്ചറെ. ഓ ആ ആയിക്കോട്ടെ.